തൃശ്ശൂരിൽ ചാവക്കാട്ടുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിലെത്തിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. പോലീസുകാരുടെ നിർദ്ദേശത്തിന് സമരക്കാർ പെട്ടെന്ന് വഴങ്ങുന്ന മട്ടില്ല. വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും മഴയും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഈ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇനി ഗതാഗതക്കുരുക്ക് രൂപപ്പെടാനേ സഹായിക്കുള്ളൂ. നമ്മുടെ പ്രതിഷേധമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ വാഹനങ്ങളെ ഒരു ഭാഗത്തൂടെ കടത്തിവിട്ടുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു കുറച്ചുകൂടി ജനാധിപത്യമായ രീതിയിൽ പക്ഷേ ഈ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ഒരു ജനകീയ സ്വഭാവം അനിവാര്യമാണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് നിർത്തേണ്ട സമരം എന്നതിനപ്പുറത്തേക്ക് ഇത്രയധികം നികുതി പണം ചെലവഴിച്ച് ജനങ്ങളുടെ സുരക്ഷയെ കഴിഞ്ഞ ദിവസം നോക്കൂ, അവിടെ ഈ കുര്യാട് വാഹനം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. വലിയ മൺകൂനിക്കുള്ളിലേക്ക് പതിച്ചു പോയിരുന്നെങ്കിൽ എത്ര വലിയ അപകടം ഒരുപക്ഷെ ഉണ്ടാകാമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള അശാസ്ത്രീയത, ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്തമില്ലായ്മ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ അവിടെ പ്രതിഷേധം അനിവാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാഷ്ട്രീയ സ്വഭാവമുള്ള സമൂഹം എന്ന നിലയ്ക്ക് അറിയപ്പെടേണ്ടതല്ല. എന്തായാലും എല്ലാ തലത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ കണ്ണൂരിൽ ചെളിയും ഒക്കെ വന്നടിയുന്നു. ഇപ്പം സ്വന്തം വീടിനോട് ചേർന്നൊരു വലിയ റോഡ് വരുന്നതാണല്ലോ എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ കണ്ടിരുന്നവർ ഇപ്പോൾ ഈ ചെളിയും മണ്ണും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് പതിക്കുമെന്ന ആശങ്കയിലേക്ക് വഴിമാറുന്ന സ്ഥിതിയാണ് പലയിടത്തും ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ചാവക്കാട് പ്രതിഷേധക്കാരെ പോലീസ് നിവൃത്തിയില്ലാതെ ബലം പ്രയോഗിച്ച് തന്നെ അവരെ നീക്കുകയാണ്. ലിഷോയ്, പോലീസിനെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു നിർവാഹവുമില്ല. വാഹനങ്ങൾ കടത്തിവിട്ടേ മതിയാകൂ. പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിഷോയ്, തീർച്ചയായും അതായത് പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കാരണം വലിയ ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ ഉടനീളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ഒരു നടപടി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആദ്യം പ്രവർത്തകരോട് ഇവിടെ നിന്ന് മാറണം, വാഹനങ്ങൾ കടത്തിവിടണം എന്ന് ജനാധിപത്യപരമായ രീതിയിൽ മാറിയിരുന്ന് പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രവർത്തകർ അതിന് കൂട്ടാക്കിയില്ല. അതേ തുടർന്ന് പിന്നീട് ബലം പ്രയോഗിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഓരോരുത്തരെയും തന്നെ UDF പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് പോലീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ഇവിടുത്തെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. മറ്റൊന്നുമല്ല, ഏതെങ്കിലും തരത്തിൽ ആളുകൾ അക്രമാസക്തരാവുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് അത്രയ്ക്കുള്ള ഒരു പോലീസ് സന്നാഹം നിലവിൽ ഇവിടെയില്ല. ഒരു ഏകദേശം 10ഓളം പോലീസുകാർ ഇവിടെ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലും മറ്റൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആംബുലൻസുകൾ ഉൾപ്പെടെ ഇതിലൂടെ കടന്നു പോവുകയാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അതിൽ എടുക്കാൻ കഴിയുന്ന ഒരു നടപടി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരമാവധി സംയമനത്തോടു കൂടി പ്രവർത്തകരോട് സംസാരിച്ച് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷേ പ്രതിഷേധം തുടരുകയാണ്, ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഉണ്ടായ ഈ റോഡ് വിണ്ടുകീറുന്ന അവസ്ഥയിലേക്ക്, മേൽപ്പാലത്തിന്റെ ഒരു ഭാഗം വിണ്ടുകീറുന്ന അവസ്ഥയിൽ നിന്ന് യാതൊരു വിധത്തിലും ഒരു അധികൃതർ ഇവിടെ എത്തി അതിലൊരു പരിശോധന നടത്തുന്നതിനോ ഈ സ്ഥലം MLAയോ ജില്ലാ കളക്ടറോ പ്രതിഷേധം ഇപ്പോൾ കാണുന്നത് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസ് അവരെ മാറ്റി വാഹന ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഒരു ചെറിയ ബലാബലം ഉണ്ടാകും. പക്ഷെ കുറച്ച് സമയമാണെങ്കിൽ പോലും അവിടെ തടസ്സപ്പെടുന്ന ഗതാഗതം വലിയ കുരുക്കുണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിഷേധക്കാരെ നീക്കുക എന്നുള്ളത് പോലീസിന്റെ ആവശ്യവുമാണ്.